ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നതാണ് അധികാരത്തിന്റെ ഭാഷ. ഒന്നിക്കാം, ഒരുമിച്ച് പോരാടാം. ചതിയുടെ അരക്കില്ലന്തലക്ക് ഒരുമയുടെ ശക്തിദുർഗം ചമിക്കാം. കാശ്മീരിലെ കാഴ്ചകൾ കണ്ട എന്റെ കണ്ണ് സ്വപ്നം കാണാൻ പോലും പിന്നീടൊന്നും അവധിയെടുത്തില്ല. എന്റെ കൺപീലികൾ പോലും ആ കാഴ്ചകൾക്കൊരു തടസ്സമായില്ല. എംഫിലിന് മാർക്ക് കുറച്ച അധ്യാപകനുണ്ടല്ലോ, അയാളുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല എന്ന ഒറ്റ കാരണത്താൽ മുറിവേൽപ്പിച്ച ആ അധ്യാപകന്റെ ഓർമ്മകളെ പോലും കാശ്മീരിന്റെ മഞ്ഞലകൾക്ക് കഴുകിക്കളയാൻ സാധിച്ചു. മോളെ, ആ യാത്ര തന്നെ നിന്നെ പോലെ വേട്ടയാടപ്പെട്ട ഒരുപാട് പേരുടെ ഹൃദയവ്യത അരിച്ചു കളയാൻ സഹായിച്ചു. അച്ഛാ, നമ്മുടെ രാജ്യം എന്തൊരു കാലം! നന്മകളെല്ലാം കുഴിച്ചു മൂടപ്പെടുന്ന ആസുരകാലം. എന്തൊക്കെ കാണേണ്ടി വരുന്നു, അനുഭവിക്കേണ്ടി വരുന്നു അച്ഛാ. എനിക്ക് അലീനയെ കാണണം. പക്ഷേ മോളെ, ഞാനും ഉറപ്പായി വിചാരിച്ചു നമ്മുടെ സന്ദേശങ്ങളൊന്നും അവിടെ വരെ എത്തുന്നില്ലല്ലോ. വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ തകർത്തില്ലേ? തമ്മിലടിച്ചു മരിക്കുന്നതിനിടയിൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കൂടിയാവുമ്പോൾ എന്തൊരു അവസ്ഥ മോളെ, എന്തൊരവസ്ഥ! അച്ഛാ, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ രാജ്യം എന്ന് വിളിക്കുക? മതേതരത്വം, ജനാധിപത്യം, നമ്മുടെ ഭരണഘടന എല്ലാം വാക്കുകൾ മാത്രം. അതെ, വെറും വാക്കുകൾ മാത്രം. ഡോക്ടർ അംബേദ്കർ പറഞ്ഞതല്ലേ അച്ഛാ, സാമൂഹ്യ പുരോഗതിയുടെ താക്കോൽ രാഷ്ട്രീയ അധികാരമാണെന്ന്. അതെ, അധികാരം എന്തി അലീന? ചേച്ചി, നാളുകളായി ഓർമ്മയുടെ ലോകത്ത് നിന്ന് എങ്ങോ പറന്നുപോയ എൻ്റെ ചേച്ചിക്ക് കഴിഞ്ഞ തവണ നിങ്ങളിവിടെ വന്ന ഈ ദിനത്തിൽ എങ്ങനെയോ ഓർമ്മ വന്നു. അപ്പോൾ തുടങ്ങിയതാണ് ഇവിടേക്കുള്ള ഈ യാത്ര. അവിടെ സംഭവിച്ച പലതും മാസങ്ങൾ കഴിഞ്ഞാണ് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നത്. വിവരങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതേ ചേച്ചി, അവർ ഞങ്ങളുടെ വീടുകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. എൻ്റെ നാട്ടിലെ സഹോദരിമാരെ മുഴുവൻ പിച്ചിച്ചീന്തി. ഇതാ ചേച്ചി, ഇവളാണ് നിങ്ങളുടെ കൂട്ടുകാരി. ജീവൻ മാത്രം ബാക്കിയുള്ളൂ. നീ പതറേണ്ടവളല്ല, ഉണർന്നുയരണം. ഇല്ല റസീല, ഞാൻ തളരില്ല, പതറില്ല. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിനക്കൊപ്പമുണ്ട്. പാതി വഴിയിൽ നിന്നു പോകാതെ പോരാടാൻ അവളെടുത്ത തീരുമാനം ഈ അച്ഛനെ സംതൃപ്തരാക്കുന്നു. ഇനി നമുക്ക് മടങ്ങാൻ മോളെ. ശരിയാണച്ചാ, നാട്ടിലെത്തിയ ഉടനെ
നമുക്ക് ശ്രീധരൻ ഇളയച്ചന്റെ വീട്ടിലും ധന്യ ഇളയമ്മയുടെ വീട്ടിലും പോണം. മോളെ അലീന, വരും വർഷവും നമുക്കിവിടെ വെച്ച് കാണാം. ഇപ്പോൾ പോകട്ടെ. PV സിന്ധു ഇന്ത്യയിൽ മടങ്ങിയെത്തി. നോക്കൂ, ഇന്ത്യയുടെ അഭിമാനമായി അവൾ മാറിയിരിക്കുന്നു. PV സിന്ധു. ആ ടീച്ചർ, വരൂ, ഇരിക്കൂ. വാ ടീച്ചറെ, ഇരിക്ക്. മോളെ, ഇതാ ടീച്ചർ വന്നിട്ടാ. ഓ, വെല്ലിച്ചനും കൂടി ഉണ്ടല്ലോ. വാ മോളെ, എന്തെല്ലാം ഉണ്ട്, സുഖല്ലേ? ഏട്ടാ വാ, മോളുണ്ടല്ലോ, രണ്ടുപേരും ഇരിക്കൂ, വാ. എന്താ ഒരു ബഹളം? ഓ, അതൊന്നുമില്ല ടീച്ചറെ, ഇവിടെ TV കാണുന്ന ബഹള. അതിനെന്തിനാ ചിക്കു കരയുന്നേ? അത് മോന് സ്പോർട്സ് ചാനലും അച്ഛന് വാർത്തയാ കാണേണ്ടത്, അമ്മക്ക് സീരിയലും. ഏത് നേരത്തും അച്ഛന്റെ മോന്റെയും കയ്യിലാ ടീച്ചറെ റിമോട്ട്. റിമോട്ട് എന്നൊരു അധികാര കേന്ദ്ര ശ്രീലതേ. കളി കാണുന്നത് നല്ലതല്ലേ? ഇവിടെ തന്നെ ഒരു സ്പ്രിന്റ് റാണി ഉണ്ടാകാൻ പോകുകയല്ലേ നമ്മുടെ ശ്രീകുട്ടി. സ്പ്രിന്റ് റാണിയോ? അവളോട് ഇനി കളിക്കാനൊന്നും പോകണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രായപൂർത്തിയായി, ഇനി കളിക്കാനൊന്നും പോകണ്ട, ഇത്രയൊക്കെ മതി. പെൺകുട്ടിയാണ്. സുധാകരേട്ടനും മോളും ഇത് കേൾക്കുന്നില്ലേ? എന്തൊക്കെയായി ശ്രീധരേട്ടൻ പറയണത്? മതി എന്ന് പറഞ്ഞ മതി ടീച്ചറെ, ഇനി ഒരു കളിയും വേണ്ട. നീ എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നതാണ് അധികാരത്തിന്റെ ഭാഷയെന്ന് വോൾട്ടയർ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുതന്നെയല്ലേ ശ്രീധര നീ ഇപ്പോൾ പറഞ്ഞത്? ശ്രീധരേട്ടാ, ഞാൻ എന്തിനാ വന്നതെന്ന് മനസ്സിലായോ? ഇല്ല, ഞാൻ അതങ്ങോട്ട് ചോദിക്കാനിരിക്കുകയാണ്. എന്നാൽ അറിയണം, സ്കൂളിന്റെ അടുത്തുള്ള പ്രാക്ടീസ് അല്ലേ മോൾക്ക് ഇതുവരെ ഉള്ളൂ? അതെ, അതിനെന്താ ഇപ്പൊ കുഴപ്പോ? ബസ് സ്റ്റോപ്പിന് പിറകിൽ നല്ല കളിസ്ഥലം ഒരുക്കിയിട്ടില്ലേ? ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഒന്നിച്ച് കളിച്ചു വളരട്ടെ. കളിച്ചു വളരാനോ? അതൊന്നും വേണ്ട. പെൺകുട്ടികള് വീട്ടിൽ അടങ്ങിയിരുന്നാ മതി. അപ്പോൾ PV സിന്ധുവിന്റെ വിജയത്തിൽ അച്ഛൻ അഭിമാനം കൊള്ളുന്നത് കണ്ടല്ലോ. അതിന് തർക്കുത്തരം പറയുന്നോ? ചോദിക്കട്ടെ, അവൾ ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കട്ടെ ഇളയച്ച. ഓരോ പെണ്ണും അങ്ങനെ തന്നെയല്ലേ? ഓരോരുത്തർക്കും അവരവരുടെ അന്തസ്സില്ലേ? ടീച്ചറെ, ഞാൻ സമ്മതിച്ചാൽ തന്നെ കുടുംബക്കാരൊന്നും സമ്മതിക്കൂല. ചിക്കു മിടുക്കനായി കളിക്കുന്നുണ്ടല്ലോ, അവനെ തടയുമോ? അവനാണല്ലേ ടീച്ചറെ. ആണും പെണ്ണും ഒരുപോലെയാണ് ഇളയച്ച. ആണും പെണ്ണും തമ്മിൽ ബയോളജിക്കൽ വ്യത്യാസമല്ലാതെ മറ്റ് യാതൊരുവിധ വ്യത്യാസവുമില്ല. ഞാൻ സമ്മതിച്ചാലും സമുദായക്കാർ സമ്മതിക്കില്ല. ശ്രീധര, നീ ഇപ്പോഴും ഏത് ലോകത്താ? അതിന് ഏട്ടനോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന സ്ത്രീ ജന്മത്തെയാണോ കുടുംബത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ അടിച്ചമർത്തുന്നത്? അല്ല ശ്രീധരേട്ടാ, നിങ്ങളുടെ പോക്കെങ്ങോട്ടാണ്? വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തെക്കാൾ പിറകിലേക്കാണോ? ടീച്ചറെ, ഓൾക്ക് എല്ലാ ദിവസവും കളിക്കാൻ പോകാൻ പറ്റുമോ? അയിത്തോ ശുദ്ധമൊക്കെ നോക്കണ്ടേ? അയിത്തം നിരോധിച്ച ഭരണഘടന രാജ്യത്ത് പുലരുന്ന വിവരം ഇളയച്ചൻ അറിയില്ലേ? റസീലേച്ചി, ഞാൻ ഒരു വർഷത്തിൽ എത്ര തവണയാണ് കോവിൽ ഗുളിക കഴിക്കുന്നതെന്ന് അറിയാമോ? കോവിൽ ഗുളികയോ? ഇവിടെയുള്ളവർ അമ്പലങ്ങളിലും കോവിലുകളിലും പോവാൻ ആർത്തവായിത്തം വരാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയാ. അയ്യോ, അത് എത്രമാത്രം ശരീരത്തിന് അപകടകരമാണെന്ന് അറിയില്ലേ? എന്താ അപകടം? ഓക്കെന്നാ പറ്റീന്? ഒന്നുമില്ലല്ലോ. ഇല്ലെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? രോഗം വരുന്നത് എന്തൊക്കെയെന്ന് പിന്നെ പറയാം. മാറ്റി നിർത്തൽ കൊണ്ടുള്ള അപബോധം, പാപബോധം, ശരീരത്തോടുള്ള വെറുപ്പ്, ഞങ്ങളിലുണ്ടാക്കുന്ന ആത്മവിശ്വാസക്കുറവുണ്ടല്ലോ. ഞാനൊന്നും പറയുന്നില്ല. മോളെ, അച്ഛൻ കുട്ടിയുടെ ശരീരത്തിനും ചിന്തയ്ക്കുമുള്ള പരമാധികാരത്തെ കൂട്ടത്തോടെ റദ്ദു ചെയ്യുകയാണോ നിങ്ങൾ? സ്ത്രീകൾക്ക് നേരെയുള്ള സാമൂഹ്യ നീതി നിഷേധമാണത്. ആർട്ടിക്കിൾ 17 ലംഘനം എന്ന് സുപ്രീം കോടതി വിധി. മനുഷ്യജീവന്റെ തുടിപ്പ് നിലനിർത്താനുള്ള
ജൈവതാളം നമുക്കെങ്ങനെ അയിത്തമായി അശുദ്ധമായി? ശ്രീകുട്ടി പറഞ്ഞ അവമതിപ്പ് പുതിയ തലമുറയെ ബാധിക്കുകയില്ല മോളെ. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വളരെ കൃത്യമായി അത് വിഭാവനം ചെയ്തിട്ടുണ്ട്. മോളെ, തിരിച്ചറിയുന്നു മോളെ അച്ഛൻ. എന്റെ ശരീരത്തിൽ എന്തവകാശമാണ് അച്ഛാ എനിക്കുള്ളത്? ശ്രീധരേട്ടാ, ആൺകുട്ടികൾ കളിക്കളത്തിൽ ആർജിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? എന്താണ്? ഇളയച്ചൻ എങ്ങനെ അറിയാനാ ടീച്ചറെ? ഞാൻ പറയാം. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തെന്നിമാറാനും തന്ത്രം മെനയാനും അവൻ പഠിക്കുന്നത് കളിക്കളത്തിൽ വെച്ചാ. അതാണ് ക്രമാനുഗതമായി വളർന്നു വരേണ്ട ഈ കഴിവുകൾ, സാധ്യതകൾ എല്ലാം പെൺകുട്ടികൾക്ക് നഷ്ടമാകുന്നു. ഫലമോ ആൺകുട്ടികൾ വിചാരിക്കുന്നു പെൺകുട്ടികൾ അവർക്ക് കീഴടങ്ങി ജീവിക്കേണ്ടവളാണെന്ന്. എക്കാലവും സ്ത്രീ അടിമയായിരിക്കണം എന്ന് ശഠിക്കുന്ന നല്ലൊരു വിഭാഗം എല്ലാ മതത്തിലുമുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം ആൺ പെൺ ഭേദമില്ലാത്തൊരു ലോകം അകലെയായിരിക്കും. അതെ, അതിനെ അറുതി വരാത്തിടത്തോളം കാലം നമ്മളിത് വെറുതെ പറയുന്നതേയുള്ളൂ. ആണിന്റെ കാര്യമോ? കളിക്കാനല്ലേ വിടൂ, കരയാൻ അവനെ അനുവദിക്കില്ലല്ലോ. പ്രായപൂർത്തിയാകുന്നതോടെ കുടുംബഭാരം ഏറ്റെടുക്കണം. +2 കഴിഞ്ഞാൽ ഉടനെ ജോലിക്കായി വിദേശത്തോ സ്വദേശത്തോ അലയണം. എല്ലാ ബാധ്യതകളും കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ നോക്കുമ്പോഴോ പാവങ്ങൾക്ക് പെണ്ണും കിട്ടാനില്ല. ശ്രീധര, അവിടെ എന്താണ് ഒരു ബഹളം? അവിടെ ചൊവ്വദോഷം മാറ്റാനുള്ള ഒരു ചടങ്ങ് നടക്കുകയാണ്. ശ്രീധരേട്ടന്റെ മരുമോളില്ലേ വീണ, ആ മിടുക്കി, നമ്മുടെ പൈലറ്റ് ഇപ്പൊ എവിടെയാണ്? പക്ഷേ എത്ര മിടുക്കിയായിട്ട് എന്താ ടീച്ചറെ കാര്യം? എന്താണ് ഒരു പക്ഷേ? അവളുടെ കല്യാണമായില്ല, ജാതകം ചേരുന്നില്ല പോലും. എന്തു നാണക്കേടാ! കൊയ്ത്ത് യന്ത്രം കൊണ്ട് നെല്ല് കൊയ്യുന്നത് കാണാൻ പോയി. പിന്നെ മാഷേ, ദേശാടന കിളികളെ കണ്ടു, എന്നെക്കാൾ വലിയ 2 എണ്ണം. അവരെവിടെ നിന്ന് വന്നതാണെന്ന് അറിയില്ല കേട്ടോ. സാരമില്ല, അവയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാം. ഇനിയും ഉണ്ടാവുമല്ലോ വിശേഷങ്ങൾ. പറയൂ, കേൾക്കട്ടെ. മാഷേ, ചൂട് കൊണ്ട് പൊള്ളിപ്പോകുമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ പെയ്തു. ഞാൻ മഴയത്ത് കളിച്ചു. ഞങ്ങളുടെ അച്ഛനമ്മയും പുറത്തിറങ്ങാൻ വിട്ടില്ല മാഷേ. മയിൽ സ്കൂളിന്റെ മതിലിന്മേൽ വന്നു മാഷേ. ചിത്രത്തിൽ കാണുന്നതിനേക്കാൾ സൂപ്പറായിരുന്നു. ഒരേട്ടൻ നമുക്ക് നല്ല ടേസ്റ്റുള്ള മിഠായി തന്നു മാഷേ. എന്നിട്ട് നിങ്ങൾ തിന്നോ? തിന്നു മാഷേ. എന്താ ടേസ്റ്റ്! എനിക്ക് ഇനിയും വേണമായിരുന്നു. ആ ഏട്ടനെ കണ്ടിരുന്നെങ്കിൽ ഇനിയും വാങ്ങായിരുന്നു. അയ്യോ, ഏതാ ആ ഏട്ടൻ? അറിയില്ല മാഷേ. അറിയാത്ത ആള് തന്നതെല്ലാം വാങ്ങി തിന്നോ നിങ്ങള്? ഒരു പ്രശ്നവുമില്ല മാഷേ. നമസ്തേ മാഷേ. മാഷ് വന്നിട്ട് കുറെ നേരമായോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ആ, എല്ലാവരും തിന്നോ? തിന്നാണ്ട് വെച്ച ആരെങ്കിലും ഉണ്ടോ? ഞാൻ തിന്നിട്ടില്ല മാഷേ. അച്ഛന്റെ കയ്യിൽ തരുവല്ലേ ചെയ്തത് അച്ഛാ. അതെ, എന്റെ മോൻ കഴിച്ചിട്ടില്ല മാഷേ. എനിക്ക് കൊണ്ട് തരുക ചെയ്തത്. എന്നിട്ട് ആ മിഠായി എന്ത് ചെയ്തു? അനീതിയും അക്രമവും നഖം മൂർച്ച കൂട്ടുന്ന ഇക്കാലത്ത് ഇരുവരും കണ്ണുള്ള റസീലക്കുട്ടി അത് വാങ്ങിക്കൊണ്ടുപോയി. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റസീലുമായി ചർച്ച ചെയ്യാറുണ്ട്. അതെന്താ മോനെ നിനക്ക് മാത്രം കഴിക്കാൻ തോന്നാത്തത്? ഓൻ എന്ത് കിട്ടിയാലും എനിക്ക് കൊണ്ടുതരും മാഷേ. അത് തന്നെ ഉപകാരം. മറ്റുള്ളവരുടെ അച്ഛനമ്മമാർ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല ഇല്ല. പുറത്തൊന്നും കളിക്കാൻ വിടാതെ നിങ്ങളുടെ അച്ഛനമ്മമാർ എങ്ങനെയാ നിങ്ങളെ വളർത്തുന്നത്? ഗെയിം കളിക്കാൻ കുറച്ചു സമയം ഫോൺ തരും. എന്തു പറഞ്ഞാലും അച്ഛനും അമ്മയും പേടിപ്പിക്കും. പഠിക്കേ എന്ന് പറഞ്ഞു. ഫോണിൽ കളിക്കാൻ കുറച്ച് സമയം തരും. എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മളുടെ ഏറ്റവും നല്ല കൂട്ടുകാർ അവരുടെ അച്ഛനും അമ്മയും ആയിരിക്കണം. വളരുന്നതുവരെ അവർ പറയുന്നത് കേൾക്കണം. നമുക്ക് പറയാനുള്ളതെല്ലാം അവരോട് തുറന്നു പറയണം. ഇരുപുറം പോരാ, 4 പുറവും കണ്ണു വേണം. മാഷേ, ഇതാ ഇവനില്ലേ സിഗരറ്റ് വലിച്ചു. ആണോ നിങ്ങളുടെ കാര്യം ചോദിക്കാൻ? ഞങ്ങൾ സ്ത്രീകൾക്ക് മാനോ മര്യാദയായി ജീവിക്കേണ്ടതാ.
അതെ, എന്നാലും ഒന്ന് ചോദിക്കട്ടെ. എന്ത് ചോദിക്കാൻ? നാളെ ഇവിടെ ആളോളം കൊണ്ട് പൊറുതി ഉണ്ടാവില്ല. നിങ്ങൾ എന്തിനു വന്നെന്നാ ഞാൻ പറയേണ്ടത്? ഒന്ന് നിങ്ങളുടെ മകളെ വിളിക്കൂ. ഓള് അകത്ത് കിടന്നുറങ്ങുകയാ. പഠിച്ചു തളർന്നു ഉറങ്ങുന്നതാ. ഇപ്പോൾ വിളിക്കാൻ വയ്യ. ഒന്ന് പോയി നോക്ക് സഹോദരി, പതുക്കെ വിളിച്ചുണർത്ത്. എന്തൊരു കഷ്ട ഇത്. മോളെ, മോളെ, മിയ, അവളവിടെ സുഖമായി ഉറങ്ങുന്നുണ്ട്. നിങ്ങൾ ഒന്ന് പോയേ, ഞങ്ങൾക്ക് ശല്യമാകരുത്. ഇല്ലെങ്കിൽ ഞാൻ നിലവിളിച്ച് നാട്ടുകാരെ കൂട്ടും. സാർ ഒന്ന് പോയട്ടെ. അവൾ അവിടെ ഉണ്ടോ എന്ന് ഒന്നുകൂടി ശരിക്കും നോക്കൂ. ചെല്ല്. എന്തൊരു കഷ്ട ഇത്. എന്റെ പഠിച്ചോനെ. ശരി, സാറിന് വേണ്ടി ഞാനൊന്ന് നോക്കാം. മോളെ, മോളെ, മോളെ മിയ, എഴുന്നേൽക്ക്. മോളെ. അയ്യോ, അയ്യോ സാറേ, സാറേ, എന്റെ മോളവിടെ ഇല്ല. അത് വെറും തലയിണയും കവറും മാത്രമാ സാറേ. എന്റെ മോള്. കോൺസ്റ്റബിൾ, കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരൂ. അയ്യോ, എന്റെ മോള്, മോളെ, മോളെ. നിങ്ങളുടെ മകൾ മയക്കുമരുന്ന് റാക്കറ്റിൽ പെട്ടിരിക്കുകയാണ്. അവളെന്നും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. നിങ്ങളിത് കാണുന്നില്ലെന്ന് മാത്രം. നിങ്ങളുടെ മകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. എവിടുന്നാ നിനക്കിത് കിട്ടിയത്? പറയടി, പറയ്. മാസമുറിയുടെ വേദനയ്ക്കുള്ള ഗുളികയാണെന്ന് പറഞ്ഞ് എന്റെ കൂട്ടുകാരി തന്നതാ. ഏത് കൂട്ടുകാരിയാടി അത്? പറയടി. സിയ, അവളാണുമ്മ എനിക്ക് തന്നത്. അതെ അമ്മ, നമ്മുടെ വീടുകളിലേക്ക് ഇത് വരുന്ന വഴികൾ അതിവിശാലമാണ്. ഇതുപോലെ നമ്മുടെ മുമ്പിലെത്തിയിട്ടുള്ള കുട്ടികൾ പറയുന്നത് കേൾക്കണോ? പഠിക്കുന്നത് മുഴുവൻ ഓർമ്മയിൽ നിൽക്കുവാൻ, ഉറക്കം വരാതിരിക്കാൻ, എനർജി ബൂസ്റ്ററായി, മാസം മുറയുടെ വേദന കുറയ്ക്കാൻ, ലൈംഗിക ഉത്തേജനത്തിന്, അങ്ങനെ നിത്യജീവിതത്തോട് ബന്ധിപ്പിച്ചാണ് അവർ വല വിരിച്ചിരിക്കുന്നത്. അയ്യോ, എന്റെ പഠിച്ചോനെ. അതെ സാറേ, ഇവളുടെ ഗുളിക തൊണ്ടയിൽ കുരുങ്ങാതിരിക്കാൻ ഞാനാ വെള്ളമൊഴിച്ചു കൊടുക്കാറ്. ഞാനിത് എങ്ങനെ സഹിക്കും? ഇവളുടെ ബാപ്പാനോട് എങ്ങനെ പറയും? സാവകാശം പറയണം. ഇതൊരു അസുഖമാണ്. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ചികിത്സിക്കേണ്ട അസുഖം. തുടക്കത്തിലായതുകൊണ്ട് 3-4 കൗൺസിലിംഗിൽ തീരും. വൈകിയാൽ 4-5 വർഷം കൊണ്ട് ഭ്രാന്തിയായി മരിക്കും. കൈവിട്ട് പോയിട്ടില്ലമ്മ. നെഞ്ചോടെ വർത്തി പുണർന്നവളെ വീണ്ടെടുക്ക്. നമ്മുടെ മക്കൾ വഴിയാധാരമായി കൂടാ. മോളെ, അമ്മയോടൊപ്പം പോയി കിടന്നുറങ്ങി. അച്ഛനമ്മമാർക്കും മക്കൾക്കുമിടയിൽ അധികാര സ്ഥാനങ്ങൾ അടിച്ചു വെച്ച് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ച് ബന്ധങ്ങൾ സുദൃഢമാക്കൂ. പുകയിലെയും മുറുക്കും ശീലമാക്കിയ ഒരാളുടെ അവസ്ഥ ഇതാ. ഇവനെ കണ്ടു. കുഞ്ഞിരിപ്പല്ലുകളെല്ലാം കൊഴിഞ്ഞു. രാസലഹരിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇര. ഇനിയും ഇത് ആവർത്തിക്കാൻ അനുവദിച്ചില്ല. ഒന്നിക്കാം, ഒരുമിച്ച് പോരാടാം. ചതിയുടെ അരക്കില്ലെന്നലക്ക് ഒരുമയുടെ ശക്തികൃതം ചമിക്കാം.